തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ അടുത്ത ട്രിപ്പിന് പോവുകയാണ് കേട്ടോ. എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് രണ്ടുപേരും മസിൽ ഷോ ഒക്കെ കാണിച്ച് നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ പോവുകയാണ്. എങ്ങോട്ടാണ് ഗോയ്സ്? ഞങ്ങൾ ഗോവയ്ക്കാണ് കേട്ടോ പോയത്. നല്ല തീറ്റയോടെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മളുടെ സെയിം വൈബാണെങ്കിൽ നല്ല രസമായിരിക്കും. നമ്മൾ പോകുന്ന പ്ലേസും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ആ ട്രിപ്പ് നമുക്ക് ടോട്ടലി വൈബാക്കാൻ പറ്റും. അങ്ങനെ നമ്മളിതാ കോഴിക്കോട് എത്തിയപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ സൊമാറ്റിൽ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് കയറി കിടന്നുറങ്ങി. രാവിലെ എത്തിയപ്പോൾ എവിടെയാണ് നമ്മൾ ഗോവയിലാണ്. അങ്ങനെ നമ്മൾ ഒരു റിസോർട്ടൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിക്ക് ആൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ചെക്കിൻ ടൈം ലേറ്റ് ആവുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഗോവ മാർക്കറ്റ്. അങ്ങനെ അവിടെ പോയി കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങി. പിന്നെ എനിക്കിങ്ങനെ ഷോപ്പിങ്ങിൻ്റെ പ്രാന്തമുള്ളതുകൊണ്ട് ഇവരെന്നെ വലിച്ചഴിച്ച് പോകാമെന്ന് പറഞ്ഞു. നമ്മൾ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ റിസോർട്ടിലല്ല കേട്ടോ നിന്നത്. കാരണം ഒരുപാട് ടൈം എടുക്കും അവിടുന്ന് നമുക്ക് ചെക്കിൻ ആകാൻ. പിന്നെ എല്ലാവരും നല്ല ടയർഡായിരുന്നു, നമുക്കൊന്ന് ഫ്രഷപ്പ് ഒക്കെ ആകണമായിരുന്നു. അങ്ങനെ നമ്മൾ വേറെ റിസോർട്ട് എടുത്തു. അത് കഴിഞ്ഞ് നമ്മളൊരു അടിപൊളി ഗോവൻ താലി കഴിച്ചു ഗൈസ്. ഇറ്റ്സ് അമേസിങ്. നമ്മൾ മസ്റ്റ് ട്രൈ ആണ്. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഡൽഹി നടന്ന് നല്ല ഉറക്കമായിരുന്നു. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് റീൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പാട്ടൊക്കെ കേട്ടൊന്ന് വൈബ് അടിച്ചു. അത് കഴിഞ്ഞ് നൈറ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്? അങ്ങനെ നമ്മൾ ക്യാബ് നോക്കി നിന്നപ്പോഴത്തേക്ക് പാനിപ്പൂരി കണ്ടപ്പം എല്ലാവർക്കും പാനിപ്പൂരി കഴിക്കാൻ ആഗ്രഹം. അങ്ങനെ അത് കഴിച്ചു നമ്മൾ. അത് കഴിഞ്ഞ് എനിക്കിതാ പേസ്ട്രി കഴിക്കാനുള്ള ആഗ്രഹം. അങ്ങനെ നമ്മൾ പേസ്ട്രിയും കഴിക്കാൻ കയറി. അങ്ങനെ നമ്മൾ വന്നത് ടീറ്റൂസ് ബാറിലാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ വിചാരിച്ചു അയ്യോ ശോകമായിരിക്കുമോ, ഇത്രയും റേറ്റിംഗ് ഒക്കെ കണ്ടിട്ട് വന്നതാണല്ലോ എന്ന്. പിന്നല്ലേ വൈബ് അങ്ങോട്ട് തുടങ്ങി. ഐ തിങ്ക് ഞാനൊരു 9:30 തുടങ്ങിയ ഡാൻസാണ്. കണ്ടിന്യൂസ് ഒരു റെസ്റ്റ് പോലും ഇല്ലാതെ വെളുപ്പിന് 4 മണി വരെ ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടേയിരുന്നു. പാട്ട് കേട്ട് ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതോ ലോകത്താണ് ഗോയ്സ്. അപ്പം ചാച്ചാ ബൈ, ഗുഡ് നൈറ്റ്.